ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പം തൊട്ടൊരു കുറിയാണ്. അപ്പോൾ ഈ കുറി തൊട്ടുകൊണ്ട് വീഡിയോ എടുക്കുമ്പം ആരെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമോ എന്നറിയത്തില്ല. കാരണം ഇപ്പം അങ്ങനെയാണ്, കുറി തൊടുന്നവരും കയ്യെ ചരട് കെട്ടുന്നവരും ഒക്കെ ഒരുപാട് വലിയ ഭീകരവാദികളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഒരു സമൂഹത്തെ ആ രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചില ആളുകൾ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് RSSന്റെ ഗണഗീതവും അമ്പലങ്ങളിലെ ഗാനമേളയും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന കുറച്ച് ന്യൂസുകളുണ്ട്. കണ്ണൂര് അമ്പലങ്ങളിൽ ഗാനമേള നടക്കുന്ന സമയത്ത് RSS ഗണഗീതം പാടി CPM പ്രവർത്തകരത് തടഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അമ്പലത്തില് ഗാനമേള നടക്കുന്നിടയ്ക്ക് RSS ഗണഗീതം പാടി അത് ചോദ്യം ചെയ്ത CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയെ RSS പ്രവർത്തകർ ആക്രമിച്ചു. അപ്പൊ ഇങ്ങനെ കുറെ ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു വിഷയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അമ്പലങ്ങളിൽ RSSന്റെ ഗണഗീതങ്ങൾ പാടാൻ തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഈ രണ്ടാം പിണറായി സർക്കാർ വരുന്ന ഈ ഒരു 10 കൊല്ലോ 8 കൊല്ലോ ഒന്നും അല്ല, വർഷങ്ങൾ. RSS എന്ന് തൊട്ട് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയോ, അല്ലെങ്കിൽ RSSന്റെ ഗണഗീതങ്ങൾ പരമപവിത്രമതാമീ മണ്ണിൽ എന്ന് പറയുന്ന പാട്ട് എന്ന് തൊട്ട് കേരളത്തിലെ ആളുകൾ കേട്ടു തുടങ്ങിയോ ആ സമയങ്ങളിൽ തൊട്ട് തന്നെ അമ്പലങ്ങളിൽ ഈ പാട്ട് ഗാനമേളകളിൽ പാടാറുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പാടാൻ തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇതൊരു പ്രശ്നമായിട്ട് മാറുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അതുപോലെ തന്നെ അമ്പലങ്ങളിലെ RSSന്റെ ശാഖകളും ഈ പറയുന്ന കേരളത്തിൽ RSSന്റെ പ്രവർത്തനം ആരംഭിച്ച കാലം തൊട്ട് തന്നെ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലും ഒട്ടുമിക്ക അമ്പലങ്ങളിലും RSSന്റെ ശാഖകൾ നടക്കാറുണ്ടായിരുന്നു. പിന്നീട് ഇപ്പൊ ഈ ഒരു 10 വർഷം, അതായത് ഈ ഒരു പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഇപ്പോഴാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പൊട്ടിമുളയ്ക്കുന്നത്. അമ്പലത്തിൽ RSSന്റെ ശാഖകൾ പ്രശ്നം ഉണ്ടാക്കുന്നു ഒക്കെ പറഞ്ഞിട്ട്. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ അമ്പലത്തിൽ RSSന്റെ ഗണഗീതം പാടിയത് കൊണ്ട് ഹിന്ദു മതത്തിന് അല്ലെങ്കിൽ അമ്പലത്തിലെ വിശ്വാസികൾക്ക് അവരുടെ മതവികാരം വ്രണപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. കാരണം അവിടെ പാടിയ ഒരു പാട്ടിലും ഹിന്ദു മതത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിനെതിരെയോ ആയിട്ടുള്ള പാട്ടുകളല്ല. ഗണഗീതം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പരമപവിത്രമതാമീ മണ്ണിൽ എന്ന് പറഞ്ഞ ആ ഒരു പാട്ടിനെ പറ്റി അത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അത് എന്തിനെ പറ്റിയാണ് ആ പാട്ട് പറയുന്നത് എന്നുള്ള കാര്യം. ഒരു തരത്തിലും നമ്മുടെ ഒരു മതവിഭാഗത്തെ പോലും തള്ളി പറഞ്ഞൊരു പാട്ടല്ല അത്. RSSന്റെ ഗണഗീതം ആണ്, അല്ലെങ്കിൽ അത് RSSന്റെ അജണ്ടയാണ് എന്നുള്ള രീതിയിൽ ആളുകൾ ആ പാട്ടിനെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ദേശഭക്തി ഗാനം എന്നുള്ള നിലയിലാണ് ഈ പാട്ടിന്റെ വരവ്. പരമപവിത്രമതാമീ മണ്ണിൽ നിന്നുള്ള പാട്ട് ഒരു ദേശഭക്തി ഗാനമാണ്. അത് ഈ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട രാജ്യസ്നേഹമുള്ളവര് അല്ലെങ്കിൽ ദേശസ്നേഹമുള്ള ഒരുമാതിരിപ്പെട്ടവരൊക്കെ പാടാറുണ്ട് ആ പാട്ട്. ആ പാട്ടിലെ വരികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ആ വരികളിലൊക്കെ ദേശസ്നേഹത്തെ പറ്റിയുള്ള വരികളേ ഉള്ളൂ, അല്ലാതെ രാജ്യദ്രോഹത്തെ പറ്റിയുള്ള വരികളൊന്നുമില്ല. രാജ്യദ്രോഹത്തെ പറ്റി അല്ലെങ്കിൽ ദേശസ്നേഹം ഇല്ലാത്ത ഏതെങ്കിലും ഒരു വരി ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ, ഈ പാട്ട് അമ്പലങ്ങളിൽ പാടാൻ പാടില്ല എന്നുള്ള കാര്യം പറയാം. ഇനി രണ്ടാമത്തെ കാര്യം, RSSന്റെ ശാഖകൾ അമ്പലങ്ങളിൽ നടക്കുന്നതിനെ പറ്റി. RSSന്റെ ശാഖകൾ അമ്പലങ്ങളിൽ നടക്കുന്നത് കൊണ്ട് ഇന്നേ വരെ ഏതെങ്കിലും ഒരു അമ്പലത്തിന് ദോഷം സംഭവിച്ചു എന്ന് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെങ്കിലും അമ്പലങ്ങളിൽ RSSന്റെ ശാഖകൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും അമ്പലങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിൽ അവിടുത്തെ വിശ്വാസങ്ങൾ തകർക്കപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ കുറച്ച് കാലമായിട്ട് ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ നമ്മുടെ CPM എന്ന പാർട്ടിയും അതിന്റെ പ്രവർത്തകരും അല്ലെങ്കിൽ അതിന് ഒത്താശ ചെയ്യുന്ന കുറെ മന്ത്രിമാരും ഇവരൊക്കെ ചേർന്നിട്ട് ഇതൊരു വലിയ വിവാദമാക്കുകയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള വിവാദം നടക്കുന്നത്? നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനിൽ വിദ്യാർത്ഥികൾ പരമപവിത്രമതാമീ മണ്ണിൽ നിന്നുള്ള പാട്ട് പാടി, ഇപ്പൊ അത് വിവാദം. അത് വിദ്യാർത്ഥികൾക്കെതിരെ അന്വേഷണം. ഇവരെന്തിനാണ് ഭയക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാട്ട് പാടുന്നതിനെ ഇവരെന്തിനാണ് ഭയക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനി ഒരു പ്രധാന പോയിന്റ്, ഈ തടയുന്നത് ആരാണ്? ഈ അമ്പലങ്ങളിൽ ഈ പാട്ട് പാടരുതെന്ന് പറയാൻ ഇവർക്ക് എന്ത് അവകാശമാണുള്ളത്? അതിനകത്തൊരു മെയിൻ കാരണം പറഞ്ഞാല്, കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടാണ് അമ്പലങ്ങളിൽ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടിയത്. ആ പാട്ട് പാടിയപ്പം ഇവർക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു. അന്നേരം ഇവർക്ക് തടയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്നേരം ഇവർക്ക് പ്രതിഷേധിക്കണ്ടായിരുന്നു, ഒന്നുമില്ലായിരുന്നു. കാരണം അത് അവര് നടത്തിയ പരിപാടിയാണ്. അപ്പൊ അവർ അമ്പലങ്ങളിൽ പുഷ്പനെ അറിയാമെന്നുള്ള പാട്ട് പാടിയപ്പോൾ അവർക്ക് കുഴപ്പമില്ല. ഈ പുഷ്പനെ അറിയാമെന്നുള്ള പാട്ട് എന്താണ്? അതൊരു വ്യക്തിയെ, കണ്ണൂരിലെ ഒരു കൂത്തുപറമ്പിലുണ്ടായൊരു സംഭവത്തില്
കിടക്കയിലായി പോയ ഒരു വ്യക്തിയെ പൂഴ്ത്തിക്കൊണ്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് അമ്പലത്തിൽ പാടുന്നതിന് യാതൊരു കുഴപ്പമില്ല. രാജ്യസ്നേഹത്തെ പറ്റിയുള്ളൊരു പാട്ട് അമ്പലങ്ങളിൽ പാടുമ്പോൾ അത് ഇവർക്ക് പ്രശ്നമാണ്. പിന്നുള്ളൊരു പ്രധാന കാരണം, നമ്മുടെ ശബരിമല പോലൊരു അമ്പലത്തെ അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളെ ഇത്രത്തോളം അപമാനിക്കുകയും അല്ലെങ്കിൽ ഇത്രത്തോളം ആ ഒരു വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു പാർട്ടി അമ്പലങ്ങളിൽ RSSന്റെ ഗണഗീതം പാടരുതെന്ന് പറയുമ്പോൾ അവർക്ക് അത് എന്തുമാത്രം യോഗ്യത ഉണ്ടെന്നും കൂടെ പരിശോധിക്കണം. ശബരിമലയിൽ നമുക്കറിയാം, ശബരിമല എന്നൊരു ക്ഷേത്രം പണിത് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഒരു ആചാരമാണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നുള്ളത്. സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നാൽ അർത്ഥം ഒരു പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പറ്റില്ല, അവിടെ എല്ലാ സ്ത്രീകളും പ്രവേശിക്കണം എന്ന് പറഞ്ഞ് ഈ നാട്ടിലൊരു കലാപം ഉണ്ടാക്കുകയും യാതൊരു തരത്തിലും വിശ്വാസികളല്ലാതെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി മാത്രം നടക്കുന്ന കുറച്ച് സ്ത്രീകളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ശബരിമല കൊണ്ടു ചെല്ലുകയും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞ് തൊഴിലുറപ്പിന് പോയ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വന്ന് എട്ടും പൊട്ടും അറിയാത്തവരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് മനുഷ്യച്ചങ്ങല തീർക്കുകയും ചെയ്ത ഒരു പാർട്ടി ഇന്ന് വരെ കേരളത്തിൽ ഒരു ക്ഷേത്രത്തിനും ഒരു ദോഷം പോലും സംഭവിക്കാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകൾ നടത്തുന്ന പരിപാടിയിൽ ഗണഗീതമാണെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഔചിത്യമാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഓക്കെ, RSS ആണ് ഈ പാട്ട് പരമപവിത്രം എന്നുള്ള പാട്ട് കൊണ്ട് നടക്കുന്നത്. ഓക്കെ, അവർക്ക് ദേശഭക്തി ഉള്ളത് കൊണ്ടാകാം അവർക്ക് ആ പാട്ട് ഇങ്ങനെ കൊണ്ടു നടക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇവര് പാടട്ടെ, ഗണഗീതം എന്നുള്ള ദേശസ്നേഹം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ CPM-കാരും പരമപവിത്രമതാമി മണ്ണിൽ എന്നുള്ള പാട്ട് പാടട്ടെ. അപ്പൊ നമുക്കത് പറ്റത്തില്ല. ചങ്കിലെ ചൈന അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓക്കെയാണ്. ഇനിയിപ്പൊ ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഇപ്പൊ കമന്റ് ബോക്സിൽ ഈ വീഡിയോ 10 പേര് കണ്ടാല് കമന്റ് ബോക്സിൽ സംഭവിക്കുന്നത് ചില ആളുകൾ വന്നിട്ട് അങ്ങ് തെറിയാണ്. അത് ഞാൻ ചോദിക്കുന്നത്, ഈ CPM എന്നുള്ളൊരു പ്രസ്ഥാനത്തിന്റെ അടുത്ത അജണ്ടയാണോ ഇത്തരത്തിൽ പ്രതിഷേധ വീഡിയോകൾ ചെയ്യുന്നവരെ തെറി വിളിച്ച് ഒതുക്കുക? അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ട്രംപിനെതിരെ CPM നടത്തിയ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തത്, അതിനടിയിൽ കുറച്ച് ആളുകൾ വന്നിട്ട് കേട്ടാൽ അറയ്ക്കുന്ന തെറികളാണ് പറയുന്നത്. അപ്പം ഇതാണോ CPM എന്ന പ്രസ്ഥാനത്തിന്റെ സംസ്കാരം എന്നാണ് എനിക്ക് അറിയേണ്ടത്. കാരണം ആരെങ്കിലും എന്തെങ്കിലും അവരുടെ പാർട്ടിയെ വിമർശിച്ചാൽ ഉടനെ അടി വന്ന് തെറി പറയുക എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ കാണിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ത്യയില് ആദ്യത്തെ പ്രതിപക്ഷമായിരുന്ന നിങ്ങൾ ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും അറ്റത്ത് കേരളത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോയത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, ജനങ്ങൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങി. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി ജനങ്ങൾ കാര്യങ്ങൾ ഒരുപാട് തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചിട്ട് കാര്യമില്ല. പിന്നെ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വിഷയം തന്നെ, ഗണഗീതം അമ്പലത്തിൽ പാടിയാൽ അത് കേൾക്കുന്നവർക്ക് കുഴപ്പമില്ല, അവിടെ ഇരിക്കുന്നവരെല്ലാം അത് കേട്ട് അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. പാർട്ടിയിലെ ചില അംഗങ്ങൾക്ക് മാത്രമാണ് അതിന്റെ പ്രശ്നം. പിന്നെ ദൈവമില്ല എന്നാണ് ഇവര് പറയുന്നത്. CPM-ന്റെ മറ്റേ ഇതിൽ പറയുന്നത് ദൈവമില്ല, വിശ്വാസങ്ങളില്ല എന്ന് പറയുന്നവർക്ക് അമ്പലത്തിൽ എന്ത് പാടിയാലും ഇപ്പൊ എന്താണ്? അവരുടെ കാഴ്ചപ്പാടിൽ ദൈവമില്ലല്ലോ. അപ്പൊ അമ്പലത്തിൽ അവിടെ എന്ത് നടന്നാലും അവരത് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് ദൈവമില്ല എന്ന് പറയും, എന്നാൽ അമ്പലങ്ങളിലെ അധികാരങ്ങൾ അവർക്ക് വേണം. അമ്പലത്തിന് മുന്നിൽ പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് പ്രശ്നം. അമ്പലത്തിലെ ശാഖ നടത്തിയാൽ അത് പ്രശ്നം. അമ്പലത്തിലെ ദേശഭക്തി ഗാനം പാടിയ പ്രശ്നം. RSSന്റെ ഗണഗീതം പാടിയ പ്രശ്നം. എന്നാൽ ദൈവം ഇല്ല എന്ന് ഇവർ പറയുകയും ചെയ്യും. ശബരിമല തകർക്കണം, ശബരിമല കൊള്ളയടിക്കണം, ഇതെല്ലാം ചെയ്യണം. അപ്പം ഈ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ ഒരു ഹിന്ദു മതവിഭാഗത്തെ ഇവർ കാണുന്നത് ഇവർക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം. ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളുടെ അധികാരം പിടിച്ചെടുക്കുക, അത് കൊള്ളയടിക്കുക, മതവികാരം വ്രണപ്പെടുത്തുക, ഇതൊക്കെയുള്ള ലക്ഷ്യം. അപ്പൊ ഇനിയെങ്കിലും ജനങ്ങൾ ഇത് തിരിച്ചറിയട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ജനങ്ങൾ ഇത് കുറച്ചൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങി. അതിന്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും കമന്റിൽ തെറികളൊക്കെ പറഞ്ഞുകൊള്ളുക, കുഴപ്പമില്ല. അത് നിങ്ങളുടെ സംസ്കാരങ്ങൾ നിങ്ങൾ കാണിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.